ഓക്കെ സോ നമ്മൾ മോഡ്യൂൾ 2-ല് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേർപ്പസ്ലി ഞാനിത് കുറച്ച് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ആ ഒരു കോൺസെപ്റ്റും നമുക്ക് അതിന്റെ പിന്നിലുള്ളത് മനസ്സിലാക്കണം. അതേപോലെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത്തവണ പരീക്ഷയ്ക്ക്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് മൊത്തത്തിൽ ഞാൻ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ലെസൺസ് ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട്. ആൻഡ് ബൈ നൈറ്റ് ഐ വിൽ അപ്ലോഡ് ദോസ് വീഡിയോസ് ഓൾസോ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതും അവൈലബിൾ ആയിട്ട് വരും. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇവിടെയാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ആ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടിലും കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ പറയാനായിട്ട് സാധിക്കുക. അപ്പം മാക്സിമം ഇതിനെ നമുക്ക് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമുക്ക് പോകാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, യൂണിവേഴ്സിറ്റി റൺ റിസർച്ച് സെന്റർ. നോക്ക്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഒരു യൂണിവേഴ്സിറ്റി റൺ റിസർച്ച് സെന്റർ ഡെവലപ്സ് സാറ്റലൈറ്റ് കമ്പോണൻസ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു റിസർച്ച് സെന്റർ സാറ്റലൈറ്റ് കമ്പോണൻസ് ഒരു സിറ്റുവേഷൻ നമുക്ക് തരികയാണ്. ആൻഡ് ദിസ് ഇസ് ഫുള്ളി ഫണ്ടഡ് ബൈ യൂണിയൻ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് ഇതിന്. ആൻഡ് ഫങ്ഷൻസ് ആസ് പാർട്ട് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഡീലിംഗ് വിത്ത് നാഷണൽ സ്പേസ് മിഷൻസ്. ഇത്രയാണ് അതിന്റെ പിന്നിൽ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ എംപ്ലോയീസ് റേസ് എ സർവീസ് റിലേറ്റഡ് കോൺഫ്ലിക്ട്. ഒരു സർവീസ് റിലേറ്റഡ് കോൺഫ്ലിക്ട് അവിടെ അന്നേരം വരുന്നത്. അപ്പൊ എന്ത് തരം എംപ്ലോയീസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു റിസർച്ച് സെന്റർ നടത്തുന്നത്. എന്നാൽ അതിന്റെ ഫണ്ട് മുഴുവനും യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് വരുന്നു. ആൻഡ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് നാഷണൽ സ്പേസ് മിഷന്റെ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ഇത് ഫങ്ഷൻ ചെയ്യുന്നു ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എംപ്ലോയീസിന് ഇവിടെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത്. വിച്ച് ഇസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ലീഗൽ പൊസിഷൻ? ആരാണ് ഈ ലീഗൽ പൊസിഷൻ എടുക്കേണ്ടത്? യു അല്ലെ? അപ്പൊ ഇറ്റ് ഇസ് ആൻ ഇൻഡസ്ട്രി ബിക്കോസ് ഇറ്റ് സിസ്റ്റമാറ്റിക്കലി സപ്ലൈസ് സർവീസസ് ത്രൂ എംപ്ലോയർ വർക്കർ കോഓപ്പറേഷൻ. ആ ഒരു സ്റ്റാൻഡ് ആണോ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടത്? അതോ ഇറ്റ് ഇസ് എൻ ഇൻഡസ്ട്രി ബിക്കോസ് പ്രോഫിറ്റ് മോട്ടീവ് ഇസ് ഇറെലവന്റ് ആക്ടിവിറ്റീസ് റിലേറ്റബിൾ ടു സോവറിൻ ഫങ്ഷൻസ് ഇൻക്ലൂഡ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ്സ്, അതുകൊണ്ടാണോ? അതോ ഇറ്റ് ഇസ് എക്സ്ക്ലൂഡഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് റൺ വിത്തൗട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്? അപ്പൊ ഈ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ ആർക്കെങ്കിലും അതിന്റെ ആ ഒരു ആൻസർ ഒന്ന് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയണ്ട മെസ്സേജിൽ ഇട്ടോളൂ. വി ക്യാൻ ഗോ ത്രൂ ദി ആൻസേഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാല് ഒരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ദർ ഇസ് എ സർട്ടൻ എക്സ്ക്ലൂഷൻ ഇവിടെ. അപ്പൊ എക്സ്ക്ലൂഷൻ എവിടെയാണ്? റിലേറ്റിംഗ് ടു സോവറിൻ ഫങ്ഷൻസ്. അതാണ് ഇവിടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് മാറുന്ന ആ ഒരു സംഗതി. അപ്പൊ സ്പെസിഫിക്കലി നമ്മൾ ഈ ഒരു നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് ആക്ടിവിറ്റീസ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് റിലേറ്റബിൾ ടു സോവറിൻ ഫങ്ഷൻസ്. ഓക്കെ, ആ ഒരു സോവറിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? ഡിഫൻസ് റിസർച്ച് അതിനകത്ത് വരുന്നുണ്ട്, അറ്റോമിക് എനർജി അതിനകത്ത് വരുന്നുണ്ട്, സ്പേസ് ഡിപ്പാർട്ട്മെന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. ദീസ് ആർ ഓൾ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എംപ്ലോയർ വർക്കർ അറേഞ്ച്മെന്റ് ഇറ്റ് മേ ഫോൾ ഔട്ട്സൈഡ് ദ ഡെഫിനിഷൻ. അപ്പോ എന്താണ് ആ ഒരു ഡെഫിനിഷനിൽ പുറത്ത്, അതായത് ഡെഫിനിഷന്റെ ഭാഗമായില്ല എങ്കിൽ പോലും വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആൻസർ. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് മോട്ടീവിന്റെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്നത്. പ്രോഫിറ്റ് മോട്ടീവോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റോ ഇവിടെ ഡിസൈസീവ് ആവുകയില്ല. ആൻഡ് അത് എന്താ പറയേണ്ടത്? ആ ഒരു എക്സ്ക്ലൂഷനെ ഓവർ റൈഡും ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ട് അത് എക്സ്ക്ലൂഡഡ് ആകുന്നത്? ബിക്കോസ് ഓക്കെ, അതൊരു വൈഫൈ പ്രോബ്ലം ആയിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സോവറിൻ ഫങ്ഷൻസ്, ഇവിടെ നമ്മുടെ ടേക്ക് അവേ പോയിന്റ് ഇതാണ്. സോവറിൻ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ എക്സ്ക്ലൂഡ്
ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയിൽ നിന്ന് അത് ഓൾറെഡി എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നു. ദേ വർക്ക് അണ്ടർ ഡിഫറെന്റ് തിങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് എന്താ? വി ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. നമ്മൾ ആ എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചോദ്യം. ആൻഡ് എ ചാരിറ്റബിൾ ഔട്ട്റീച്ച് സെൽ. ഇങ്ങനെ 3 യൂണിറ്റ്സ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ മാനുഫാക്ചറിങ് സെക്ഷൻ ആണ് ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള സെക്ഷൻ. ക്യാൻറ്റീൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് സപ്പോർട്ട്സ് ദ ഫാക്ടറി വർക്കേഴ്സ്. ആൻഡ് ഈ ചാരിറ്റബിൾ ഔട്ട്റീച്ച് സെൽ എന്താണ് ചെയ്യുന്നത്? ദിസ് ഇസ് സെപ്പറേറ്റ്ലി ഐഡന്റിഫയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ്ലി മാനേജ്ഡ്. അപ്പൊ അത് ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് മാറുന്നത്. എന്നാൽ ആ ഒരു ചാരിറ്റബിൾ ഔട്ട്റീച്ച് സെൽ എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്ത ഒന്നാണ്. ഇൻഡിപെൻഡന്റ്ലി മാനേജ് ചെയ്യുന്ന, സെപ്പറേറ്റ് ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. അതിനെ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല ഐഡന്റിഫൈ ചെയ്യുന്നത്. നൗ വിച്ച് കൺക്ലൂഷൻ ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് കൺക്ലൂഷൻ ആണ് എടുക്കാനായിട്ട് സാധിക്കുക? അപ്പൊ എന്താണ് ഇവിടുത്തെ കൺക്ലൂഷൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. കൺക്ലൂഷൻ എന്താണ്? ഓപ്ഷൻ എ, ദ ഹോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഇസ് നോൺ ഇൻഡസ്ട്രിയൽ ബിക്കോസ് 1 യൂണിറ്റ് ഇസ് ചാരിറ്റബിൾ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ ഒരു ചാരിറ്റബിൾ യൂണിറ്റ് ഉള്ളത് കൊണ്ട് ആ കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റും നോൺ ഇൻഡസ്ട്രിയൽ ആകുമോ? അത് ആകില്ല എന്നാണ് എന്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി എന്താണ്? Only the charitable outreach cell can be treated as industrial because it serves human wants. അതും ശരിയല്ല. സി നോക്ക്, the manufacturing section and canteen may be treated together while the charitable outreach cell may remain separate. ഇതാണ് ഇവിടെ ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് വരുന്ന ആ ഒരു ആൻസർ. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? നൺ ഓഫ് ദ യൂണിറ്റ്സ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇൻഡസ്ട്രിയൽ ബിക്കോസ് ഓൾ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ഐഡന്റിക്കൽ ഇൻ നേച്ചർ. അപ്പൊ ഇവിടെ ഇത് രണ്ടും ട്രീറ്റ് ചെയ്ത് അത് ഇൻഡസ്ട്രീസിന്റെ ഡെഫിനിഷനിൽ വരും. പക്ഷേ ആ ചാരിറ്റബിൾ ഔട്ട്റീച്ചിനെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. ഇവിടെയും പറയുന്നത് അത് സെപ്പറേറ്റ്ലി ഐഡന്റിഫയബിൾ ആണ്, ഇൻഡിപെൻഡന്റ്ലി മാനേജബിൾ ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് എത്തുന്നതിനുള്ള കീ ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. കീ ഈസിയാണ്. അപ്പോ എന്താ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഒന്ന് സിവിയറബിലിറ്റിയും ഒന്ന് പ്രീഡോമിനന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അതായത് മൾട്ടി ആക്ടിവിറ്റി ഉള്ള എസ്റ്റാബ്ലിഷ്മെന്റില് പ്രീഡോമിനന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത്. അപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് അത് സിവിയറബിൾ ആണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇറ്റ് മേ ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി, വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുന്നതാണെങ്കിൽ, അതേപോലെ ആ ഒരു പ്രീഡോമിനന്റ് ആക്ടിവിറ്റി പറയുന്നത് ഇൻഡസ്ട്രിയൽ ആണ്. അതേപോലെ ആൻസിലറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. ഇവിടെ പ്രീഡോമിനന്റ് എന്താണ്? ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്. അതിൽ നിന്ന് നമുക്ക് ആൻസിലറി എന്താണ്? ക്യാൻറ്റീൻ അതിന്റെ ആൻസിലറി ആണ്. അപ്പൊ അതിനെ രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവിടെ. കാരണം ക്യാൻറ്റീൻ ഇസ് കണക്റ്റഡ് ടു ദ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, അത് ആ ഒരു സിനാരിയോയിൽ പറയുന്നുണ്ട് അല്ലെ. ആൻഡ് അതിനെ എന്താ പറയേണ്ടത്? ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ദ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ചാരിറ്റബിൾ ഔട്ട്റീച്ച് സെല്ലിനെ ഇൻഡിപെൻഡന്റ്ലി ഐഡന്റിഫയബിൾ എന്ന് കറക്റ്റ് ആൻസർ ഇവിടെ എന്താ? ഇവിടെ എടുക്കേണ്ട ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ആ ഒരു മാനുഫാക്ചറിങ് സെക്ഷനെയും ക്യാൻറ്റീനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആ ഒരു ഡോക്ട്രിൻ നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരിക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് ഫീച്ചർ is least relevant in deciding whether an activity is an industry under the contemporary framework? നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഫ്രെയിംവർക്ക് അനുസരിച്ച് ഇത് താഴെ കൊടുത്തിരിക്കുന്ന 4 ഫീച്ചേഴ്സിൽ ഏത് ഫീച്ചേഴ്സ് ആണ് ലീസ്റ്റ് റെലവെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ അല്ലാത്തത്, അതൊരു ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനകത്ത് ഓപ്ഷൻ എ എന്താണ്? ഓർഗനൈസ്ഡ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് വർക്കർ. അത് ആവശ്യമാണ്, അത് റെലവെന്റ് ആണ്. ബി പ്രൊഡക്ഷൻ, സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതും റെലവെന്റ് ആണ്, അത് ആവശ്യമാണ്.
സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ഓർ വിഷസ് എക്സ്ക്ലൂഡിംഗ് മിയർലി സ്പിരിച്വൽ വാണ്ട്സ്. അതും ഒരു ആവശ്യകതയാണ്, അത് റെലവെന്റ്. എന്നാൽ എക്സിസ്റ്റൻസ് ഓഫ് പ്രോഫിറ്റ് ആസ് ദ ഡോമിനന്റ് ഒബ്ജക്ട്, അത് ഇറലവെന്റ് ആണ്. പ്രോഫിറ്റ് അവിടെ ഒരു ഡോമിനന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പ്രോഫിറ്റ് മോട്ടീവ്, അതേപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഡിസൈസീവ് അല്ല ആ ഒരു ഈ സംഗതി, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഇൻഡസ്ട്രിയൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനകത്ത്. ഇവിടെ യഥാർത്ഥ ഫോക്കസ് വരുന്ന എന്തിലാണ്? ഇറ്റ് ഇസ് ഓൺ ദ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിനകത്ത് നടക്കുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലാണ് ഫോക്കസ് വരുന്നത്. അതേപോലെ ആ ഒരു എംപ്ലോയർ എംപ്ലോയി കോഓപ്പറേഷനില്, അതേപോലെ ആ ഒരു പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സിനകത്ത്, ഇനി അതും അല്ലെങ്കിൽ സർവീസസ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത്, അതേപോലെ തന്നെ ആ ഹ്യൂമൻ വാണ്ട്സും വിഷസും സാറ്റിസ്ഫൈ ചെയ്യുക. പക്ഷെ അതിൽ നിന്ന് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതികൾ, അവിടെ റിലീജിയസ് ആയിട്ടുള്ള സംഗതികൾ അതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇൻഡസ്ട്രിയുടെ ആ ഒരു ഡെഫിനിഷനിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇത് അല്ല നിർണയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് മൂന്നും കൂടിയാണ് അത് നിർണയിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ക്യാപ്ചേഴ്സ് വൈ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി ഇസ് ലീഗലി ഇമ്പോർട്ടന്റ്? താഴെ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇൻഡസ്ട്രി എന്ന കോൺസെപ്റ്റിന് ഒരു ലീഗൽ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ലീഗൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്? ഒന്ന്, ഓപ്ഷൻ എ, ഇറ്റ് ഡിറ്റർമിൻസ് ഓൺലി വെദർ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് മസ്റ്റ് ബി ഫ്രെയിംഡ്. 2, ഇറ്റ് ആക്ട്സ് ആസ് എ ത്രെഷോൾഡ് ഫോർ ദ സ്പെഷ്യലൈസ്ഡ് മെഷീനറി ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ. 3, ഇറ്റ് അപ്ലൈസ് ഓൺലി ടു വേജ് ഡിസ്പ്യൂട്ട്സ്. ആൻഡ് 4, it converts every employment disagreement into a constitutional dispute. നാലാമത്തെ ചോദ്യം ഒന്നും കൂടെ നോക്കിക്കോളൂ. ഈ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന കോൺസെപ്റ്റ് ലീഗലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണിക്കുന്നത്? ലുക്ക് അറ്റ് ഓപ്ഷൻ ബി. ഇറ്റ് ആക്ട്സ് ആസ് എ ത്രെഷോൾഡ്. ഇത് ഒരു ത്രെഷോൾഡ് ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയിന്റെ ഒരു ത്രെഷോൾഡ്, ഒരു അപ്പർ ലിമിറ്റ് ആയിട്ട് ഒരു പക്ഷേ അതിനെ കണക്കാക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല. അതിനകത്ത് ഒരു എന്താ പറയണ്ടേ, അല്ലെങ്കിൽ അത് തന്നെ ഒരു ജുറിസ്ഡിക്ഷണൽ ഗേറ്റ് വേയും കൂടിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, അപ്പോ ഒരിക്കൽ ഒരു ആക്ടിവിറ്റി ഈ ഡെഫിനിഷന്റെ ഉള്ളിൽ വരുവാണെങ്കിൽ, അതായത് പിന്നീട് വരുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് മെക്കാനിസംസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്ന് പറയുന്നത് അത് അവിടെ ബാധകമായിട്ട് വരുന്നു. അപ്പൊ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ തിങ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു ലീഗൽ പ്രാധാന്യം കൊണ്ടുവരുന്ന സംഗതി എന്താണ് എന്നാണ് ഇവിടെ ആ ഒരു ചോദ്യം. ഓക്കെ, അപ്പോ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അതിന് കുറെ ലീഗൽ ഇംപ്ലിക്കേഷൻസും അതിനകത്തുണ്ട്. അപ്പോ അതൊരിക്കൽ ഒരു ഇൻഡസ്ട്രി എന്ന നിർവചനത്തിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ അത് ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയ്ക്ക് അത് ബാധകമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ ത്രെഷോൾഡ്. അത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു നിഗമനത്തില്, ആ ഒരു ഡെഫിനിഷനിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ അത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയില് ബാധകമാണ് എന്നാണ് ഇവിടെ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, a dispute has arisen in a large transport undertaking. The parties want a settlement process that preserves relationships, avoids immediate adjudication, and is supported by a statutory authority whose duty is to mediate and promote settlement. ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആരാണ്? ഒരു പക്ഷേ നിങ്ങളാകാം, ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാം. ഓക്കെ, നൗ വിച്ച് മെക്കാനിസം ഫിറ്റ്സ് ബെസ്റ്റ് ഹിയർ? അപ്പൊ ഇത് 4 ഡിഫറെന്റ് മെക്കാനിസംസ് ആണ്. ഒന്ന് കൺസിലിയേഷൻ ആണ്, അത് ചർച്ചകൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുന്നതാണ് കൺസിലിയേഷൻ. സിവിൽ സൂട്ട്, അത് കോടതിയിലേക്ക് എത്തിക്കുന്നത്, ഒരു സിവിൽ കോടതിയിൽ പോകുന്നത്.
ക്രിമിനൽ പ്രോസിക്യൂഷൻ, അത് ഒരു ക്രിമിനൽ ലോ അനുസരിച്ച് ഒരു പ്രോസിക്യൂഷൻ അവിടെ നടക്കുന്നത്. ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ അപ്പീൽ. അപ്പൊ ഏത് മാർഗമാണ് ഇവിടെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുക? അതായത് ഈ ഒരു സാഹചര്യത്തില് ഒരു ഡിസ്പ്യൂട്ട് ഇവിടെ ഉണ്ടായി. അപ്പോ ഒരു ലാർജ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഓക്കെ, പക്ഷേ ഈ രണ്ട് പാർട്ടീസിനും, ഡിസ്പ്യൂട്ട് ഉണ്ടായ രണ്ട് പാർട്ടീസിനും അവർക്കൊരു സെറ്റിൽമെന്റ് ആണ് ആവശ്യം. പക്ഷേ ആ സെറ്റിൽമെന്റ് അവർ തങ്ങളിലുള്ള ബന്ധം നിലനിർത്തണം, ബന്ധം വഷളാക്കരുത്. ഒരു സിവിൽ സൂട്ടിന് പോയാൽ അത് വഷളാകാം, ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ നടന്നാൽ അത് വഷളാകാം, അല്ലെ? അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് അഡ്ജുഡിക്കേഷൻ അവിടെ ഒഴിവാക്കണം. ആൻഡ് ഇറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. അപ്പോ നിയമം കൊണ്ട് സ്ഥാപിച്ച ഒരു അതോറിറ്റിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ആ അതോറിറ്റിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള മീഡിയേഷൻസ് നടത്തുക, സെറ്റിൽമെന്റ് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അതിന് ഏത് മെക്കാനിസം ആണ് ഇവിടെ ഏറ്റവും നല്ലത്? ഡിപ്പാർട്ട്മെന്റൽ അപ്പീൽ ആണോ, കൺസിലിയേഷൻ ആണോ? വാട്ട് ഡു യു തിങ്ക്? ഇവിടെ നോക്ക്, മീഡിയേറ്റ് ആൻഡ് പ്രൊമോട്ട് സെറ്റിൽമെന്റ്. അപ്പൊ അതൊരു അപ്പീൽ അല്ല. ഒരു അപ്പീലിലേക്ക് കടക്കുന്നത് എന്താണ്? ഒരു പക്ഷേ മീഡിയേഷൻ കഴിഞ്ഞതിന് ശേഷവും അവർ ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിച്ചില്ല, അപ്പോഴാണ് ഒരു അപ്പീലിന് പോവുക. അപ്പൊ ഇവിടെ കൺസിലിയേഷൻ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതായത് രണ്ടു കൂട്ടരും ഇരുന്ന് സംസാരിച്ച് ഒരു നെഗോസിയേഷൻ നടത്തി അവരൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോ ഇവിടെ എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീഡിയേഷനിലൂടെ ഒരു തേർഡ് പാർട്ടി, ഒരു മീഡിയേറ്റർ ആയിട്ട് അവിടെ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത്? ആ ഒരു ബാർഗെയിനിങ് പവറിനെ ഒന്നും അവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു ബാർഗെയിനിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. ബാർഗെയിനിങ് എവിടെയാ നടക്കുന്നത്? മുതലാളിമാരും തൊഴിലാളിമാരുമായിട്ടുള്ള ബാർഗെയിനിങ് നടക്കാം. തൊഴിലിന്റെ കാര്യത്തില്, അവരുടെ മറ്റ് അവകാശങ്ങളുടെ കാര്യത്തിലൊക്കെ അവിടെ പലതരത്തിലുള്ള ബാർഗെയിനിങ് അവിടെ നടക്കാം. അപ്പൊ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടാണ് ഈ മീഡിയേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് ടെസ്റ്റിംഗ് വെദർ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് കൺസിലിയേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ, അല്ലേ? അപ്പൊ ഒരു ഓർഡിനറി ലിറ്റിഗേഷനിൽ നിന്ന് എന്താണ് അഡ്ജുഡിക്കേഷൻ, കൺസിലിയേഷൻ, ഇതിന്റെ ആ ഒരു വ്യത്യാസം, ഈ ടേംസിന്റെ ഡിഫറൻസിയേഷൻ ആണ് അത് മനസ്സിലാക്കാനായിട്ട്, ചോദ്യം മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ കൺസിലിയേഷൻ ആണ് ഇവിടെ വേണ്ട ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. കൺസിലിയേഷന് ശേഷമായിരിക്കും ഒരു പക്ഷേ അവിടെയും അത് നടന്നില്ല എങ്കിലാണ് മേ ബി അതൊരു അപ്പീലിലേക്ക് പോവുക. മനസ്സിലായോ? ആറാമത്തെ ചോദ്യം, ടു പാർട്ടീസ് എക്സിക്യൂട്ട് എ റിട്ടൻ അഗ്രിമെന്റ് referring an apprehended industrial dispute to arbitration. അപ്പോ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആർബിട്രേഷനിലേക്ക് പോയി ആൻഡ് രണ്ട് പാർട്ടീസ് ഇവിടെ ഒരു റിട്ടൺ എഗ്രിമെന്റ് അവർ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോ ആ ഒരു റിട്ടൺ എഗ്രിമെന്റിനകത്ത് they are also making references to an apprehended industrial dispute which has gone to arbitration. അപ്പോ the appropriate government later issues a notification after being satisfied about majority representation. Now, what is the most important consequence of that notification? അപ്പൊ ഇവിടെ ഗവൺമെന്റ് പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കൊടുക്കുകയാണ്, ആഫ്റ്റർ ദ ഗവൺമെന്റ് വാസ് സാറ്റിസ്ഫൈഡ് അബൌട്ട് മെജോറിറ്റി റെപ്രസെന്റേഷൻ. അപ്പോ എന്താണ് ഇവിടുത്തെ കോൺസിക്വൻസ്? ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഫലമായിട്ട് എന്ത് കോൺസിക്വൻസ് ഇവിടെ ഉണ്ടാകാം? ഓപ്ഷൻ എ, ദ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 automatically governs the proceedings. അതാണോ? അതോ ഓപ്ഷൻ ബി, only the original signatories may be heard by the arbitrator, others may be given an opportunity to present their case, although the arbitrator becomes a civil court for all purposes എന്നുള്ളതാണോ ഇതിന്റെ ആ ഒരു ഏറ്റവും, അല്ലെങ്കിൽ അടുത്ത കോൺസിക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഫലമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് നോക്കുക. ഒരിക്കൽ ഒരു അത് ഒരു ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വൺസ് എ നോട്ടിഫൈഡ് ആർബിട്രേഷൻ റെഫറൻസസ് മെയ്ഡ് ആഫ്റ്റർ ദ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്. ഇപ്പൊ ഗവൺമെന്റ് ഓൾറെഡി ആ ഒരു സെറ്റിൽമെന്റിൽ സാറ്റിസ്ഫൈഡ് ആണ്, അതിനുശേഷമാണ് ആ ഒരു നോട്ടിഫൈഡ് ആർബിട്രേഷൻ റെഫറൻസ് വരുന്നതെങ്കിൽ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? ആ ഒരു
അവര് റെഫറൻസ് നടത്തുന്ന വ്യക്തികളുണ്ടല്ലോ, ദ പേഴ്സൺസ് ഹു ആർ മേക്കിംഗ് ദ റെഫറൻസ് റെപ്രസെന്റ് ദ മെജോറിറ്റി ഓഫ് ഈച്ച് പാർട്ടി, അവരാണ് അതിനകത്ത് അതവിടെ വരിക. അപ്പൊ ഇവിടെ നിയമം എന്താണ് ചെയ്യുന്നത്? ലോ ടേക്സ് അക്കൗണ്ട് ഓഫ് ദ വൈഡർ ഇൻഡസ്ട്രിയൽ ഇമ്പാക്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ വലുതായിട്ട് വരാൻ സാധ്യതയുള്ള ആ ഒരു ഇമ്പാക്ട് എന്താണ് എന്നുള്ളതാണ് നിയമം ഇവിടെ കണക്കിലെടുക്കുന്നത്. അപ്പോ അവിടെ കൺസേൺഡ് ആയിട്ടുള്ള ആ ഒരു എംപ്ലോയേഴ്സിനെയും വർക്കേഴ്സിനെയും ഹു ആർ നോട്ട് സിഗ്നേറ്ററീസ്, അതായത് അതിനകത്ത് സൈൻ ചെയ്തിട്ടില്ലാത്ത വ്യക്തികള് അല്ലെങ്കിൽ അതിനകത്ത് സൈൻ ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടില്ലാത്ത വ്യക്തികള് ഹു ആർ നോട്ട് സിഗ്നേറ്ററീസ് മേ ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്രസന്റ് ദിയർ കേസ്. ആർബിട്രേറ്ററുടെ മുന്നിൽ അവിടെ എന്താ പറയേണ്ടത്, ആ സിഗ്നേറ്ററീസ് അല്ലാത്ത വ്യക്തികൾക്ക് അവിടെ വരാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ത്രൂ വോളണ്ടറി ഒറിജിൻ എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഇറ്റ് മേ എക്വയർ പബ്ലിക് ലോ ഫീച്ചേഴ്സ്. അത് പബ്ലിക് ലോയുടെ, അതായത് പൊതുജനത്തിന്റെ, അതായത് ആ പൊതു നിയമങ്ങളുടെ ഫീച്ചേഴ്സ് പിന്നീട് അതിന് വന്നു ചേരാം എന്നുള്ളത്. സോ ഓപ്ഷൻ സി, അതായത് കൺസേൺഡ് നോൺ സിഗ്നേറ്ററി എംപ്ലോയേഴ്സ് ഓർ വർക്കേഴ്സ് മേ ബി ഗിവൻ ദി ഓപ്പർച്യൂണിറ്റി ടു പ്രസന്റ് ദിയർ കേസ്. അതാണ് ഇവിടെ നടക്കുന്ന ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. നോക്ക്, ഇപ്പം ആ ഒരു ലെസൺസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നോട്ട്സ് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇറ്റ് വിൽ മേക്ക് സെൻസ് അപ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സംടൈംസ് യു മേ സ്റ്റിൽ ഹാവ് ഡൗട്ട്സ് ഓൺ ഇറ്റ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടോ യു ക്യാൻ സെൻഡ് മീ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് അതിന് ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് തരാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ആർബിട്രേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെയുണ്ട്. ഇറ്റ് ഇസ് എൻറ്റയർലി പ്രൈവറ്റ് ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം പബ്ലിക് ലോ കോൺസിക്വൻസസ്. ഇറ്റ് ഇസ് വോളണ്ടറി but may attract notification-based consequences affecting participation and strikes or lockouts. It is invalid unless ordered by a civil court. It is governed fully by the Arbitration and Conciliation Act 1996. ഏഴാമത്തെ ചോദ്യം ഇതാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ കോഡ്, ഇൻഡസ്ട്രിയൽ ഇത് പറയുന്നത് is voluntary. അപ്പൊ ഇവിടെ വോളണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത് സെൻസിലാണ് വോളണ്ടറി എന്ന് പറയുന്നത്? അതായത് ഇതിന്റെ പാർട്ടീസ്, ആർബിട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡിസ്പ്യൂട്ടിന്റെ സെറ്റിൽമെന്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് വോളണ്ടറി ആണ്. അപ്പൊ ഏത് സെൻസിലാണ് അത് വോളണ്ടറി എന്ന് പറയുന്നത്? ഇതിനകത്ത് ഡിസ്പ്യൂട്ടിൽ പെട്ടിട്ടുള്ള പാർട്ടീസ് അവര് എഴുതി ഒപ്പുവെക്കണം. ആ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിലായി അവര് എഗ്രി ചെയ്യുന്നു. അപ്പൊ ഡിസ്പ്യൂട്ട് സെറ്റിലായി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഏതെങ്കിലും ഒരു കോമൺ എഗ്രിമെന്റിലേക്ക് എത്തുന്നു, അല്ലെ? അപ്പൊ അത് അവര് എഴുതി വെക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് പ്രൈവറ്റ് ഇൻ കോൺസിക്വൻസ്. അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഗതി അല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടതെന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഇവിടെ അതിനുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ പാർട്ടിസിപ്പേഷൻ ഉള്ള റൈറ്റ്സ്, ആ കൺസേൺഡ് ആയിട്ടുള്ള നോൺ സിഗ്നേറ്ററീസിന് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എന്താ പറയേണ്ടത്, സ്ട്രൈക്സ്, ലോക്കൌട്ട്സ്, അങ്ങനെയൊക്കെയുള്ള സംഗതികൾക്കുള്ള പവേഴ്സും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് വരുന്നു. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് അവര് സ്റ്റേറ്റ് ചെയ്യണം, ആ ഒരു ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് ഓഫ് 1996, ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു സച്ച് ആർബിട്രേഷൻ. അതായത് ഈ രീതിയിൽ നടക്കുന്ന ആർബിട്രേഷൻ ഉള്ളതാണ്. സോ ആർബിട്രേഷൻ ഇസ് എ ഡിഫറെന്റ് റൂട്ട് ഓൾ ടുഗെദർ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് വോളണ്ടറിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം. ആൻഡ് അത് എന്തിനെ എഫക്ട് ചെയ്യും? It will affect participation and strikes or lockouts. അതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അത് അവിടെ എഫക്ട് ചെയ്യും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു പക്ഷേ അതിനകത്ത് ആ ഒരു റിട്ടൺ എഗ്രിമെന്റിനകത്ത് അതിനകത്ത് പറയാം, ഇനി ഇതിന്റെ പേരിൽ ഒരു സ്ട്രൈക്ക് നമുക്ക് വേണ്ട, നമുക്ക് പുതിയ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഇനി ഒരു സ്ട്രൈക്ക് തുടങ്ങാം, ആ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ അതിനകത്ത് അവിടെ എഴുതി വെക്കാം. ഇനി നമ്പർ 8,
Which one most accurately explains why procedure occupies a central place in industrial dispute settlement? 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെയുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിന് അതിന്റെ പ്രൊസീജിയറിന് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? എ എന്താണ്? പ്രൊസീജിയർ എക്സിസ്റ്റ് ഓൺലി ടു ഡിലേ ഇൻഡസ്ട്രിയൽ ആക്ഷൻ. നമുക്കറിയാം പല നടപടിക്രമങ്ങളും പല തരത്തിലുള്ള ആക്ഷൻസ് ഡിലേ ആക്കും. അപ്പൊ ഇവിടെ ആ ഒരു ആക്ഷൻ ഡിലേ ആക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഈ പ്രൊസീജിയർ ഉള്ളത്? അല്ല. രണ്ടാമത്തത്, procedure is important mainly because labor law copies civil litigation. Labor law doesn't copy civil litigation. അതും അല്ല എന്നുള്ളതാണ്. Now look at option C. Procedure supports legitimacy. അതിനൊരു ലീഗാലിറ്റി കൊണ്ടുവരുന്നു എന്നാണ് ലെജിറ്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Predictability. ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലെ, ആ ഒരു പ്രൊസീജിയർ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ പ്രൊസീജിയറിന്റെ അവസാനം അതൊരു ഫലത്തിൽ എത്തിച്ചേരണം. അതാണ് പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാക്കുന്നത്. ആൻഡ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നിയമ സാധുതയുള്ളതും അതിനെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്നതും ആക്കി മാറ്റാനായിട്ട് കഴിയും. ആദ്യം വരുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഇപ്പൊ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ട് തിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ഒരു ഉദ്യോഗസ്ഥൻ ഫോളോ ചെയ്യാതെ വരുന്ന അവസരത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ഔട്ട്കം ഒരു കോടതിയിൽ പോയാൽ അതിനെ അസാധുവാക്കി മാറ്റും കോടതി. കാരണം എന്താ? സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. PSCയുടെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷം നടന്ന ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രൊസീജിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം. അതായത് ഈ ICDS സൂപ്പർവൈസറുടെ പരീക്ഷയ്ക്കായിരുന്നു. അവര് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തതിന് ശേഷം അവര് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ചില ചേഞ്ചസ് കൊണ്ടുവന്നു. അതായത് 10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അതിനകത്ത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് വന്നു അല്ലെ? അല്ല, ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അത് PSCയുമായി ചില കുട്ടികൾ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് PSC അത് മാറ്റിയിട്ട് പറഞ്ഞ് ഓക്കെ ഡിഗ്രിക്കാരും ഇതിന് അപ്ലൈ ചെയ്തോളൂ. അല്ല, ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നീട് PSC പറഞ്ഞ് അല്ല അത് 10ാം ക്ലാസ്സുകാർ മാത്രം ചെയ്താൽ മതി, ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്ന്. അങ്ങനെ അത് കോടതിയിലെത്തി. അപ്പൊ കോടതി എന്താ പറഞ്ഞേ? നിങ്ങളുടെ പ്രൊസീജിയർ എന്താണ്? നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഒരു പരീക്ഷയുടെ പ്രൊസീജിയർ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ നോട്ടിഫിക്കേഷനിൽ ഒറിജിനലി എന്തായിരുന്നോ പറഞ്ഞിരുന്നത് അതനുസരിച്ച് വേണം ബാക്കി അതെല്ലാം മുന്നോട്ട് പോകാനായിട്ട്. പക്ഷെ അതിനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്ത് ആ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് അതിപ്പോ റീസെന്റ് ആയിട്ട് വന്നു നിൽക്കുകയാണ്. ഓക്കെ, നേരത്തെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. കാരണം അത് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാകണം, 10 വർഷം ഒരു അംഗൻവാടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകണം, എങ്കിൽ അവർക്ക് ICDS സൂപ്പർവൈസറിന്റെ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരുന്നു ആ ഒരു കണ്ടീഷൻ. അപ്പൊ അവിടെ ഡിഗ്രിക്കാർ അപ്ലൈ ചെയ്താല് ഈ 10ാം ക്ലാസ്സുകാർക്ക് എന്താ പറയേണ്ടത്, അവരെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഡിഗ്രിക്കാര് ആ പരീക്ഷയ്ക്ക് അവർ പെർഫോം ചെയ്യും എന്നുള്ള ഉദ്ദേശമായിരിക്കാം. എനിവേ, ജസ്റ്റ് an example, something that is similar to അല്ലെങ്കിൽ പ്രൊസീജിയറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളത്. look at question number 9. Which body, അപ്പൊ ഇവിടെ 4 ബോഡീസ് പറഞ്ഞിട്ടുണ്ട്. ലേബർ അപ്പീലേറ്റ് ബോർഡ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, വേജ് കൺസിലിയേഷൻ കൗൺസിൽ ആൻഡ് സിവിൽ സർവീസ് കമ്മീഷൻ. അപ്പൊ വിച്ച് ബോഡി is specifically constituted for adjudication of industrial disputes under the present framework? ഏത് ബോഡിയാണ്? ലേബർ അപ്പീലേറ്റ് ബോർഡ് ആണോ? Well, the answer is ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ആണ്. ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന്റെ അഡ്ജുഡിക്കേഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, റൈറ്റ്. അപ്പോ ഇൻഡസ്ട്രിയൽ ഈ ട്രൈബ്യൂണൽസ് ബേസിക്കലി നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്താ പറയേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ്?
കാര്യങ്ങൾ കോടതിയിൽ പോകാതെ അതൊന്നും കൂടെ വേഗത്തിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒക്കെ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയേണ്ടത് ട്രൈബ്യൂണൽ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. 10ാമത്തെ ചോദ്യം ഇതാണ്. Which combination of matters is most clearly within the adjudicatory field specifically identified for options: election disputes, criminal conspiracy, insolvency and taxation. രണ്ടാമത്തെ നോക്കിയേ, application of standing orders, dismissal disputes, legality of strike or lockout and retrenchment or closure. ഇതാണ് നമ്മുടെ ആൻസർ ഇവിടെ. ഈ ഒരു കോമ്പിനേഷൻ ആണ് എന്താ പറയേണ്ടത്, ദാറ്റ് മാറ്റേഴ്സ് മോസ്റ്റ് ക്ലിയർലി വിതിൻ ദി അഡ്ജുഡിക്കേറ്ററി ഫീൽഡ് ആ ഒരു ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസിന്റെ. അപ്പോ എന്താ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ ഒരു ലിസ്റ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, അല്ലെ? അപ്പോ അതായത് ഒരു 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 സ്റ്റാൻഡിങ് ഓർഡേഴ്സിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതിന്റെ ആ ഒരു ആപ്ലിക്കബിലിറ്റി എന്താണെന്നുള്ളത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുക. നമ്പർ 11, an employee challenges dismissal. എംപ്ലോയിയെ ഡിസ്മിസ് ചെയ്തു, അപ്പൊ എംപ്ലോയി അതിനെ ചാലഞ്ച് ചെയ്യുന്നു ബിഫോർ ദി അപ്രോപ്രിയേറ്റ് അഡ്ജുഡിക്കേറ്ററി അതോറിറ്റി. Which of the following best reflects the range of relief that may be granted? അതാണ് ചോദ്യം. ഇത് ശരിക്കും എന്താ പറയേണ്ടത്, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുമോ നേരത്തെ കൂട്ടി? ഓക്കെ, ഒരു പരിധി വരെ നമുക്ക് ഇവിടെ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? an employee challenges dismissal. എംപ്ലോയി ഡിസ്മിസ് ചെയ്ത് അതിനെ എംപ്ലോയി ചാലഞ്ച് ചെയ്ത് അത് എവിടെയാണ്? അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡ്ജുഡിക്കേറ്ററി അതോറിറ്റിയുടെ മുമ്പിൽ ചാലഞ്ച് ചെയ്തു. അത് എന്ത് അതോറിറ്റി എന്നുള്ളത് സ്പെസിഫിക്കലി ഇവിടെ പറയുന്നില്ല. അപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ റേഞ്ച് ഓഫ് റിലീഫ് ദാറ്റ് മേ ബി ഗ്രാന്റഡ്. അപ്പൊ ഇവിടെ ഒരു റേഞ്ച് ഓഫ് റിലീവ്സ് ആണ് ഈ 4 ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോ എന്താ പറയേണ്ടത്, ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഡിക്ലറേഷനിൽ മാത്രം അത് കൺഫൈൻ ആകുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഡിസ്മിസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ദേ വിൽ സെറ്റ് അസൈഡ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്മിസൽ വിൽ ബി സെറ്റ് അസൈഡ്. എന്നിട്ട് അവര് എന്താ പറയണ്ടേ, റീഇൻസ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ചെയ്യും, റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ മറ്റ് സൂട്ടബിൾ ആയിട്ടുള്ള റിലീഫ് അവിടെ കൊടുക്കുക എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് എത്തും. അപ്പോ അത് മറ്റ് സൂട്ടബിൾ റിലീഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സാഹചര്യം അനുസരിച്ച് മേ ബി ഡിസ്മിസലിനേക്കാളും കുറഞ്ഞ ഒരു പണിഷ്മെന്റ് അവിടെ കൊണ്ടുവരിക, അങ്ങനെയുള്ള നീക്കങ്ങളിലേക്കൊക്കെ മാറാം എന്നുള്ളതാണ്. അപ്പോ ഇതെന്താണ്, ഇൻഡസ്ട്രിയൽ അഡ്ജുഡിക്കേഷനെ എന്താ പ്രാക്ടിക്കലി ഇത് എന്താക്കി മാറ്റുകയാണ്, ഇത് വളരെ എഫക്റ്റീവ് ആക്കി മാറ്റുകയാണ്. ജസ്റ്റ് ഒരു അഡ്വൈസറി എന്ന നിലയിലല്ലാതെ കുറച്ചും കൂടെ എഫക്റ്റ് ഇവിടെ കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Now look at the options here. Only declaratory relief without practical consequences. അതല്ല, കാരണം ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് they are not confined to a declaration. B, only monetary compensation, never reinstatement എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയും അല്ല. ഓപ്ഷൻ സി നോക്ക്, setting aside dismissal, ordering reinstatement or granting other suitable relief including lesser punishment. അപ്പൊ ഇത് എല്ലാം കൂടെ ചെയ്യുന്നല്ല, ദിസ് ഇസ് ദ റേഞ്ച് ഓഫ് റിലീഫ് ദാറ്റ് മേ ബി ഗ്രാന്റഡ്. അപ്പോ എന്താ പറയണ്ടേ, ഈ ഡിസ്മിസൽ കേസസിന് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ന്യായങ്ങൾ ഇതൊക്കെ, അല്ലെ ന്യായവിധികൾ ഇതൊക്കെയാണ്. ചിലപ്പം ആ ഡിസ്മിസലിനെ തന്നെ റദ്ദാക്കും, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു വ്യക്തിയെ തിരിച്ച് ജോലിയിൽ എടുക്കാൻ റീഇൻസ്റ്റേറ്റ്മെന്റിനുള്ള ഓർഡർ അവിടെ വരും, അല്ലെങ്കിൽ മറ്റ് റിലീഫ് മെഷേഴ്സ്, ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയേണ്ടത്, ആ വ്യക്തി നിലവിൽ നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് കുറച്ചുകൂടെ താഴെയുള്ള ഒരു പോസ്റ്റിലേക്ക് ആ വ്യക്തിയെ വീണ്ടും തിരിച്ച് ജോലിയിൽ എടുക്കുക, അങ്ങനെ എന്തോ, അതാണ് ആ ഒരു റേഞ്ച് ഓഫ് റിലീഫ് അവിടെ ആ ഒരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഇനി നമ്പർ 12 ഇതാണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് best describes the procedural powers of authorities dealing with industrial disputes? അപ്പോ ഇവിടെ വീണ്ടും പ്രൊസീജിയറൽ പവേഴ്സിനെ
ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം? ഓപ്ഷൻ എ, they are bound by rigid technicalities of the civil procedure code in every detail. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഈ പ്രൊസീജിയേഴ്സിനകത്ത് ആ ഒരു സിവിൽ പ്രൊസീജിയർ കോഡിന്റെ എല്ലാ ഡീറ്റെയിലും അടങ്ങി വരികയാണ്. അപ്പൊ അത് വളരെ റിജിഡ് ആയിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ഉണ്ട് അതിനകത്ത്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. റിജിഡ് എന്ന് പറഞ്ഞാൽ അത് അതേപടി ഫോളോ ചെയ്ത് പോകണം. അതാണോ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. ഓപ്ഷൻ ബി നോക്കിയേ, they may follow suitable procedure subject to statute and rules while enjoying civil court-like powers for evidence and inquiry. ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന്റെ ആ ഒരു കോഡ് ഉണ്ടല്ലോ, ആ കോഡ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള അതോറിറ്റീസിന് പ്രൊസീജിയറിൽ ഒരു ഫ്ലെക്സിബിലിറ്റി അനുവദിക്കുന്നുണ്ട്. പക്ഷേ ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സും റൂൾസിന്റെയും ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു സംഗതി എന്താ പറയുന്നത്? അവർക്ക് ഒരു സിവിൽ കോർട്ട് പോലെയുള്ള പവേഴ്സ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? എവിഡൻസിനും എൻക്വയറിക്കും ഒരു സിവിൽ കോർട്ടിന് എന്താണോ പവേഴ്സ് ഉള്ളത്, ആ പവേഴ്സ് എവർക്കും ഇവിടെ ഉണ്ട്. എവിഡൻസ് ആൻഡ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് എവിഡൻസ് ആയിട്ട് അംഗീകരിക്കണോ, എവിഡൻസ് ആയിട്ട് എന്ത് അംഗീകരിക്കാം, അതേപോലെ എൻക്വയറി ഒരു സിവിൽ കോടതിയിൽ നടത്തുന്നത് പോലെ ഇവർക്കും ഇവിടെ നടത്താം എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്? ആ ഒരു വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യാം, കോടതിയിൽ അറ്റൻഡൻസ് എൻഫോഴ്സ് ചെയ്യാം. അതായത് അവര് വിളിച്ചിട്ട് അവിടെ വന്നില്ല എങ്കിൽ, ഹാജരായില്ല എങ്കിൽ, വേണ്ടി വന്നാൽ ഒരു സിവിൽ കോടതി എങ്ങനെയാണോ ആ ഒരു വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് ഹാജരാക്കുന്നത്, അതേപോലെ ഇവർക്ക് നടപടിയെടുക്കാം എന്നുള്ളതാണ്. ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. അവിടെ അവർക്കുണ്ട് എന്നുള്ള. അപ്പൊ ഈ എന്താ പറയേണ്ടത്, പ്രൊസീജിയറൽ പവേഴ്സ് ഓഫ് അതോറിറ്റീസ്, അതിനെ ഏറ്റവും നല്ലതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഓപ്ഷൻ ബി ആണ്. അപ്പൊ സിയിൽ എന്താ പറയുന്നത്? ദേ കനോട്ട് കമ്പൽ അറ്റൻഡൻസ്. അങ്ങനെയല്ല, അവർക്ക് അറ്റൻഡൻസ് കമ്പൽ ചെയ്യാം, കോടതിയിൽ ഹാജരാകണം എന്നുള്ളത്. അവർക്ക് നോട്ടീസ് അയക്കാം, നോട്ടീസ് അയച്ചിട്ട് ആ വ്യക്തി ഹാജരായില്ല എങ്കിൽ പോലീസിന്റെ ഡയറക്ഷൻ കൊടുക്കാം അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനായിട്ട്. മനസ്സിലായില്ലേ? അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു സിവിൽ കോടതി മാതിരിയുള്ള ഒരു എന്താ പറയണ്ടേ ഇത് വരുമ്പോഴത്തേക്ക്. സിവിൽ കോടതി എന്ത് ചെയ്യുന്നു? നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഇനി സിവിൽ കോടതിയിലെ പ്രൊസീജിയർ എന്താണെന്നുള്ളതിലേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സിലബസിൽ വേണ്ട. സിവിൽ കോടതിയിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 30, ലീഗൽ സ്റ്റാറ്റസ് ഓഫ് പ്രൊസീഡിങ്സ് ബിഫോർ the tribunal or national industrial tribunal. അപ്പൊ ഇവിടെ ട്രൈബ്യൂണൽ എന്ന് മാത്രം പറയുമ്പോഴത്തേക്ക് അത് സ്റ്റേറ്റിന്റെ ട്രൈബ്യൂണൽ ആണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന മറ്റൊരു ട്രൈബ്യൂണൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് ഈ കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് that best explains the legal status of proceedings? ആ പ്രൊസീഡിങ്ങിന്റെ നിയമസാധുത ഏത് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? They are purely private meetings without legal character. ഒരു ലീഗൽ സ്വഭാവമില്ലാത്ത പ്രൈവറ്റ് മീറ്റിംഗ്സ് ആണ് അതെന്ന് പറയുന്നത്. അത് ശരിയല്ല. ഓപ്ഷൻ ബി, their inquiries are deemed judicial proceedings for specified penal law purposes. അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. They are legislative proceedings. അങ്ങനെയല്ല. They are administrative only and cannot result in enforceable outcomes. അല്ല, they can result, they will result in enforceable outcomes. So option B is the most appropriate answer. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻക്വയറീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ട്രൈബ്യൂണൽസോ അല്ലെങ്കിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസോ നടത്തുന്നതിനെ they are deemed to be judicial or they are deemed judicial proceedings എന്നുള്ളതാണ്. അത് ചില സ്പെസിഫിക് പേർപ്പസസിന് വേണ്ടിയിട്ട് അത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയി തന്നെ അതിനെ കണക്കാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ആ ഒരു ലീഗൽ സീരിയസ്നെസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി അല്ലെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും
അതേപോലെ അവര് ഇൻഡസ്ട്രിയൽ അഡ്ജുഡിക്കേഷനുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതിന്റെ നിയമസാധുത കൂടും എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ അത് ചെയ്യുന്നത്. Now the next one, question number 14. An amount is due to a worker under an enforceable award. Okay. Which route or route is specifically designed for recovery of such money? അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 14. ഒരു വർക്കർക്ക്, ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും കാരണത്തിന്. എൻഫോഴ്സബിൾ അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഗിഫ്റ്റ് കിട്ടിയതല്ല. എൻഫോഴ്സബിൾ, ഒരു കോടതി ആയിട്ട് തീരുമാനിച്ച് അല്ലെങ്കിൽ ആർബിട്രേഷനിൽ തീരുമാനിച്ച് ആ ഒരു വ്യക്തിക്ക് ഇത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന വിധി വന്ന്, അതാണ് എൻഫോഴ്സബിൾ അവാർഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു ലീഗൽ വിധി അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു വിധി നടപ്പാക്കുന്നതിന് ഏത് റൂട്ടാണ് ഇതിനു വേണ്ടിയിട്ട് നിർണയിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, ഫയലിംഗ് എ ഡിഫമേഷൻ കംപ്ലൈന്റ്. അതല്ല. ഓപ്ഷൻ ബി, അപ്ലൈയിങ് ടു ദി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് for certificate-based recovery through the collector as areas of land revenue. നോക്ക്, ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വസ്തുവിന്റെ കരം. അപ്പൊ ഈ ലാൻഡ് റവന്യൂ നമ്മൾ അടച്ചില്ല, അവർ നമുക്ക് നോട്ടീസ് അയക്കും. ഓക്കെ, അപ്പൊ അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് ആ ഒരു ഡിസ്ട്രിക്റ്റില് റവന്യൂ കളക്ഷന്റെ ഹെഡ്. അപ്പൊ കളക്ടറുടെ ഓഫീസിൽ നിന്ന് അതിന്റെ നോട്ടീസ് വരും. എന്നിട്ടും അതിന് പോയില്ല, കൊടുത്തില്ല, ഞാൻ ടാക്സ് അടക്കത്തില്ല എന്ന് തീരുമാനിച്ച്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ആ വസ്തു ജപ്തി ചെയ്യാം, റിക്കവർ ചെയ്യാം. ആ സെയിം പ്രൊസീജിയർ ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊസീജിയർ. അപ്പൊ ഗവൺമെന്റിന്റെ ആ ജപ്തി നടപടികളെല്ലാം ഏകദേശം ഈ രൂപത്തിൽ തന്നെയാണ് വരിക. അപ്പോ ആ ഗവൺമെന്റിന്റെ സാധാഗതിയിൽ ഇപ്പൊ ഗവൺമെന്റിലേക്ക് വരാനുള്ള പൈസക്ക് എന്താണോ ജപ്തി നടപടി അവിടെ സ്വീകരിക്കുന്നത്, അതേ ജപ്തി നടപടി തന്നെ ഇവിടെ സ്വീകരിച്ച് ആ ഒരു പൈസ ആ വ്യക്തിക്ക് വീണ്ടെടുത്ത് കൊടുക്കാം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ ആ ഒരു നഷ്ടപരിഹാരത്തിന്റെ തുക ഈടാക്കി എടുക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും എന്താ പറയേണ്ടത്, ഇമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി അവർക്ക് സീസ് ചെയ്യാം, അവര് ഡിസ്ട്രിക്ട് അതോറിറ്റീസിന് സീസ് ചെയ്യാം എന്നാണ്. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് 14 ക്വസ്റ്റ്യൻസ് ഹിയർ. ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതില് ആസ് യു കെൻ സി, താഴോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ക്വസ്റ്റ്യൻസും കൂടെ, 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 സെറ്റിന്റെയും ആൻസർ കീ ഞാൻ ഇനിയിപ്പം അതും കൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ കീസിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. അതും വായിച്ചു നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. അപ്പോഴാണ് നമ്മൾ കുറെ കൂടെ ഡീപ്പർ ആയിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുക. സോ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. പ്രത്യേകിച്ചും നിയമത്തിന്റെ എന്താ പറയണ്ടേ, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇന്റർപ്രിട്ടേഷൻ അല്ല, നിയമത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്റർപ്രിട്ടേഷൻ അല്ല ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്, അത് കോടതികളുടെ പണിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻസ്, ആ നിയമം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള പല മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയത്. ഓക്കെ, സോ നാളെ നമുക്ക് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം. ഇൻ ദ മീൻ വൈൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോയുടെ അതിന്റെ ലെസൺസും കൂടെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ് നൗ ആൻഡ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദ ലെസൺ ഫ്രം ടുമോറോ. Okay, so thank you for joining me and you have a good evening.